ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഈ സവോള നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമാങ്ങ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഇല്ലാത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഒരു 8-10 മിനിറ്റൊക്കെ എടുക്കും ഇത് വെന്ത് വരാൻ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മാങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ 2ാം പാൽ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചൂടായി വരുമ്പോഴേക്കും മാറ്റി വയ്ക്കാവുന്നതാണ്. പച്ചമാങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനായി ആവശ്യമുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് തയ്യാറാക്കാനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 ചുവന്നുള്ളി അരിഞ്ഞത്, 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. താളിപ്പ് തയ്യാറായി കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയായ പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.